വീടുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. മാറി വരുന്ന ഒരു മനോഭാവത്തിന്റെ ഒരു സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ ദിവസങ്ങളോളം ഭക്ഷണം ഇങ്ങനെ സൂക്ഷിക്കും, അത് വീണ്ടും ഇങ്ങനെ ചൂടാക്കും, വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെക്കും. അത് ഒരു അനാരോഗ്യകരമായിട്ടുള്ള കാര്യം കൂടിയല്ലേ? അതുകൂടി നമുക്കൊന്ന് പരാമർശിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. യെസ്. അതായത് നമ്മൾ ആഹാര പദാർത്ഥങ്ങൾ ചൂടായിട്ടുള്ളത് അത് സൂക്ഷിക്കുമ്പോഴും അതിൽ പ്രാണികളും മറ്റും വരാതിരിക്കാൻ നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തണുത്ത തുറന്നു വെച്ചിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കുക. പിന്നെ താങ്കൾ പറഞ്ഞത് ഇപ്പോ റെഫ്രിജറേറ്ററിൽ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ. ഇപ്പോൾ പഴയ ഫ്രിഡ്ജുകളിൽ പലതിനും നമുക്ക് ടെമ്പറേച്ചർ എത്രയാണ് അകത്തുനിന്നുള്ളത് അറിയാനായിട്ടുള്ള ഒരു സംവിധാനമില്ല. എന്നാലും നമുക്ക് വേണമെങ്കിൽ ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ ഉണ്ട്, ഒരു 10, 200, 300, 500 രൂപയ്ക്കൊക്കെ ഇടയ്ക്ക് കിട്ടാവുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ സാധാരണ തെർമോമീറ്ററും വെച്ച് കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ തുറന്നെടുത്ത് നോക്കിയാലും മതി. ഒരു ഫ്രീസിങ് കമ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അവിടെ ഒരു 5 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും, അതായത് ഫ്രീസിങ് അല്ലാത്ത കമ്പാർട്ട്മെന്റ്, അതിനകത്ത് ഒരു 5 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും ടെമ്പറേച്ചർ കുറവായിരിക്കണം. 5ന്റെ 6ൽ കൂടുതൽ പോകാതിരിക്കാൻ ഉള്ളത് നോക്കുക എന്നുള്ളതാണ്. ആ ടെമ്പറേച്ചറിൽ ഒരു 4 മുതൽ 5 ദിവസം വരെ, അതായത് 3 മുതൽ 5 ദിവസം വരെ ബാക്ടീരിയൽ ഗ്രോത്ത് കുറവായിരിക്കും. മനസ്സിലായോ? ഇതിന്റെ അർത്ഥം അതിൽ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാകില്ല എന്നല്ല. എല്ലാ ആഹാര പദാർത്ഥങ്ങളിലും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് അത് എയറുമായി കോണ്ടാക്ട് വന്നു കഴിയുമ്പോൾ മുതൽ ബാക്ടീരിയ ഇങ്ങനെ പതുക്കെ പതുക്കെ ഗ്രോ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ 4 മുതൽ 5 ദിവസം വരെ ഈ 5 ഡിഗ്രി ടു 6 ഡിഗ്രിക്ക് താഴെയുള്ള ടെമ്പറേച്ചറിൽ നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ ഈ ഗ്രോത്ത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഈ 4 ദിവസം 5 ദിവസത്തിനുള്ളിൽ നമ്മൾ കഴിച്ചാൽ നമുക്കൊരു പ്രശ്നവും വരില്ല. അത് തന്നെ ചിലരിപ്പോ വന്ന് ഫ്രീസറിൽ കുക്ക്ഡ് ഫുഡ്, ഓൾറെഡി പാചകം ചെയ്ത ഫുഡ് ഫ്രീസറിൽ വെച്ചാൽ കുറച്ചുകൂടി നാൾ നിൽക്കുമല്ലോ. ശരിയാണ്, കറക്റ്റാണ്. കാരണം ഇവിടെ 5 ഡിഗ്രി വരെ സെൽഷ്യസിൽ നമ്മൾ സൂക്ഷിക്കുമ്പോൾ 0 to 15 ഡിഗ്രിയാണ് ഫ്രീസറിൽ. അവിടെ കൂടുതൽ സമയം കിട്ടും. എന്നാലും അതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തിനും ഫ്രിഡ്ജിനുള്ളിൽ വെച്ചിരിക്കുന്ന കുറെ നാളുകൾക്ക് വെക്കാനായിട്ടുള്ള ഒരു 2-3 ദിവസത്തിൽ കൂടുതൽ വെക്കാനായിട്ടുള്ള ആഹാരമാണെങ്കിൽ നമ്മൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. അതിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കുക. അതായത് ഈ ഫുഡ് ഉണ്ടാക്കിയത് ഇന്നാണ്, ഫ്രിഡ്ജിൽ വെച്ചത് ഇന്നാണ് എന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അറിയാതെ ചിലപ്പോൾ ഇതെടുത്ത് കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനായിട്ട് ചാൻസ്.